ഒരു അധ്യാപകൻ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് 24 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പോയപ്പോൾ 5 മിനിറ്റ് വൈകിയെത്തി. എന്നാൽ 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 4 മിനിറ്റ് നേരത്തെ എത്തി. എങ്കിൽ സ്കൂളിലേക്കുള്ള ദൂരം എത്ര? ഇവിടെ 24 കിലോമീറ്റർ വേഗത്തിൽ പോയപ്പോൾ 5 മിനിറ്റ് വൈകി, 30 കിലോമീറ്റർ വേഗത്തിൽ പോയപ്പോൾ 4 മിനിറ്റ് നേരത്തെ എത്തി. എങ്കിൽ സ്കൂളിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു എളുപ്പ മാർഗമുണ്ട്. നോക്കുക, ഇവിടെ രണ്ട് വേഗതകളും രണ്ട് സമയങ്ങളുമാണ് ഇത്തരം ക്വസ്റ്റ്യൻസിൽ നൽകിയിരിക്കുന്നത്. രണ്ട് വേഗതകളും രണ്ട് സമയങ്ങളും. ഇതിലെ വേഗതകളെ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കാം. സമയങ്ങളെ T1 എന്നും T2 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് XY ബൈ എക്സ് മൈനസ് വൈ ഗുണം T1 പ്ലസ് T2 ബൈ 60 ആയിരിക്കും. ഓർക്കുക, T1 T2 മിനിറ്റിൽ തരുമ്പോഴാണ് ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അതിനെ മണിക്കൂറിനാക്കാനാണ് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വേഗതകളുടെ ഗുണനഫലത്തിനെ അവയുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ച് അതിനെ മണിക്കൂറിലുള്ള സമയത്തിൻ്റെ തുക കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൂരം കിട്ടും. ഇവിടെ എക്സ് ആയിട്ട് എക്സ് എപ്പോഴും കൂടിയ വേഗത എടുക്കുക, 30 എന്ന് എടുക്കുക. വൈ കുറഞ്ഞ വേഗത 24. T1 T2 തന്നിരിക്കുന്ന സമയങ്ങൾ ക്രമത്തിനെടുത്താലും മതിയാവും. 5ഉം 4ഉം എടുക്കുക. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എക്സ് വൈ എത്രയാണ്? 30 ഗുണം 24 ബൈ എക്സ് മൈനസ് വൈ 30 നിന്ന് 24 കുറച്ചാൽ 6 ഗുണം T1 പ്ലസ് T2 5 4 9 ബൈ 60. 30ൻ്റെ ഇരട്ടിയാണല്ലോ 60. 60നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 30നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 60നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4. ഈ 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. 2 ഗുണം 9 എന്ന് കിട്ടും. 2 9 18. അപ്പോൾ ദൂരം 18 കിലോമീറ്റർ ആവും. ശരി ഉത്തരം ഓപ്ഷൻ ഡി.